നിങ്ങൾ ഖത്തറിൽ എവിടെയെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് പ്ലാനോട് കൂടി പോവാ അല്ലേ ഷബീബേ? അല്ലെങ്കിൽ ഇതുപോലത്തെ കുറച്ച് ബ്രില്യൻ്റ് ആയിട്ടുള്ള ട്രാവൽ പാർട്ണറായിട്ട് പോവാ. അപ്പം നമ്മളെ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കും. ഖത്താറിൽ ഇറങ്ങിയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോവാന്ന് വെച്ചിട്ട് എവിടെയൊക്കെ വന്ന് പെട്ടിട്ടുണ്ട്. ഇപ്പം മെട്രോയ്ക്കൊക്കെ വരുമ്പോൾ കറക്റ്റ് പ്ലാനോട് കൂടി വരിക. ഇതുപോലുള്ള ആളൊക്കെ വിശ്വസിച്ച് വന്നു കഴിഞ്ഞാൽ പെടും. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇവിടെ എന്തൊക്കെയോ എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സെക്യൂരിറ്റിനോട് ചോദിച്ചപ്പോ ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. അതന്നെ ഇനിയിപ്പോ ഇവിടെ പിടിച്ചോക്കൊന്നും അറിയൂടാ. ക്യാൻഡിൽ ഡിന്നർ ചെല്ലി അവിടെ ഖത്തറീസ് ആയിരിക്കണ തൂക്കുന്നില്ല. അവിടെ മറ്റേതാ ബാർബിക്യൂ ഇരുപക്ഷേ കേറിയാലോ ഗൈസ്. അവിടെ എന്തോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പോയി മേടിച്ചു നോക്കാം. ചൂടുവെള്ളം കുടിക്കണ എങ്ങനെയുണ്ട്? എന്താ ഫ്രീ ആയിട്ട് കിട്ടിയപ്പോഴേ തോന്നി. ഒരു വികാരമില്ല. മുളകില്ല. അയ്യേ എന്താണ് ഇതെങ്ങനെ കുടിക്കുന്നു? കുടിക്കാൻ പറ്റട്ടാ. ഫ്രീ ആയിട്ട് കിട്ടിയപ്പോഴേ വിചാരിച്ചു മൂഞ്ചോന്ന്. ഗൈസ് ഇവിടെ കുറച്ച് നല്ല സ്ഥലങ്ങളുണ്ട്. നമ്മൾ ക്യാമറയും കൊണ്ടൊക്കെയാണ് വന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്ഥലമായതുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കാന്ന് വെച്ച് ക്യാമറ എടുക്കാൻ പോയപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞാൽ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പണ്ടാറും എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ പ്രശ്നമാണ്. നിങ്ങളിങ്ങനെ അറിയാത്ത സ്ഥലത്തൊക്കെ പോയിട്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സെക്യൂരിറ്റി ഉണ്ടെങ്കിലോ അവിടെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് മാത്രം എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാവും. അല്ല അർച്ചേ? അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാവൂലേ? അവർ ക്യാമറ എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല ഗൈസ്. നമ്മുടെ കയ്യിൽ ഒരു സാധനമുണ്ട്. ഷബീബേ, ഇപ്പം നമ്മൾ ഖത്താറിൽ വന്നിട്ട് എന്തൊക്കെ വിസിറ്റ് ചെയ്ത്? ഖത്താറിലൊരു തേയിലാണ്. ഇവിടെയാണ് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നത്. മൂഞ്ചി ഗൈസ്. അടപ്പടല മൂഞ്ചി. മൂഞ്ചി പറഞ്ഞ അടപ്പടല മൂഞ്ചി. അതെ പരിപാടി വിസിറ്റിംഗ് കഴിഞ്ഞ് ഖത്താർ വിസിറ്റ് ചെയ്ത് നേരെ റൂമിൽ പോവാ. നാളെ വെള്ളിയാഴ്ച കിടന്നുറങ്ങാം. അതെ. അപ്പോൾ ഓക്കെ ബൈ.